മക്കളെ, പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനിക്കുന്ന ഘട്ടത്തിൽ കീചകൻ മരിച്ചതറിഞ്ഞ് തൃഗർത്തത്തിലെ രാജാവായ സുശർമാവും കൗരവരും ചേർന്ന് മാത്സ്യരാജ്യത്തെ ആക്രമിക്കുവാൻ തീരുമാനിച്ചു. ആക്രമണം നടക്കുന്നതിനിടയിൽ മാത്സ്യരാജ്യത്തെ ഗോസമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടത്. അതിൻ പ്രകാരം സുശർമാവ് ഒരു ഭാഗത്തു നിന്നും മാത്സ്യരാജ്യത്തെ ആക്രമിച്ചു. അവിടുത്തെ രാജാവായ വിരാടൻ കുങ്കൻ എന്ന യുധിഷ്ഠിരൻ്റെയും വല്ലവൻ എന്ന ഭീമസേനൻ്റെയും സഹായത്തോടെ സുശർമാവിനെ തോൽപ്പിച്ചു. പക്ഷേ ഇതേ സമയത്ത് ഭീഷ്മർ, കൃപർ, ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, ദുര്യോധനൻ എന്നിവർ സൈന്യവുമായി എത്തി വിരാടൻ്റെ രാജ്യത്തെ ആക്രമിച്ച് പശുക്കളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് വിരാടൻ്റെ മകനായ ഉത്തരൻ കൗരവരോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. പക്ഷേ ഒരു നല്ല തേരാളിയെ കിട്ടണമെന്ന് ഉത്തരൻ ആഗ്രഹിച്ചു. അപ്പോൾ ദ്രൗപദിയുടെ ആവശ്യപ്രകാരം ബൃഹന്തളയായ അർജുനൻ ആ ജോലി ഏറ്റെടുത്തു. യുദ്ധത്തിന് പുറപ്പെട്ട ഉത്തരൻ കൗരവ സൈന്യത്തിലെ മഹാരഥികളെ കണ്ടപ്പോൾ രഥം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബൃഹന്തളയാളെ പിടികൂടി തിരികെ കൊണ്ടുവന്നു. അപ്പോൾ മാത്സ്യരാജ്യത്തിന് വേണ്ടി താൻ യുദ്ധം ചെയ്യാമെന്നും ഉത്തരൻ തേരാളിയായിട്ട് ഇരുന്നാൽ മതിയെന്നും അർജുനൻ നിർദ്ദേശിച്ചു. കൗരവപക്ഷത്തെ കണ്ട ഉത്തരൻ ആ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. ബൃഹന്തള വളരെയേറെ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ആ തേർ തെളിക്കാമെന്ന് ഉത്തരൻ സമ്മതിച്ചു. അർജുനൻ പാണ്ഡവർ ഒളിപ്പിച്ചു വച്ചിരുന്ന ആയുധങ്ങളെല്ലാം തിരികെ എടുത്ത് ഗാന്ധീവം കുലച്ചു. ഇത് കണ്ട് ഭയന്ന ഉത്തരനോട് താൻ അർജുനൻ തന്നെയാണെന്ന രഹസ്യം ബൃഹന്തള വെളിപ്പെടുത്തി. അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവരുടെ തേരിൻ്റെ ചക്രങ്ങൾ മണ്ണിൽ ഉരസിയുണ്ടാകുന്ന ഭീകരമായ ശബ്ദം കേട്ട് കൗരവ സൈന്യം ഭയന്ന് വിറച്ചു. ഈ ഭീകര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന രഥത്തിൽ അർജുനൻ ഉണ്ടാകുമെന്ന് ഭീഷ്മരും ദ്രോണരും പറഞ്ഞു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ കർണനും ദുര്യോധനനും തയ്യാറായില്ല. കർണൻ അപമാനിക്കുന്ന വിധത്തിൽ കൗരവപക്ഷത്തെ തലമുതിർന്നവരെ പഴിക്കാൻ തുടങ്ങി. പക്ഷേ അവർക്കെല്ലാം ശ്രദ്ധ മേഘഗർജനത്തോടെ വരുന്ന ആ രഥത്തിൻ്റെ ശബ്ദത്തിലായിരുന്നു. എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ പശുക്കളെയെല്ലാം ഇടയ്ക്കു നിർത്തി ഈ വരുന്നവരെ ആക്രമിക്കാമെന്ന് കർണൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് കൃപാചാര്യരാണ് സംസാരിച്ചത്. കർണ, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലാണ് നീ സംസാരിക്കുന്നത്. കാര്യങ്ങളുടെ പ്രാധാന്യം നീ അറിയുന്നില്ല. ഞങ്ങൾക്കും അർജുനനോട് പൊരുതാൻ കഴിയില്ലെന്നാണ് നീ ചിന്തിക്കുന്നത്. പാർത്ഥൻ ഒറ്റയ്ക്ക് ഗന്ധർവരാജാവായ ചിത്രസേനനോടും സൈന്യത്തോടും യുദ്ധം ചെയ്ത് കൗരവരെ രക്ഷപ്പെടുത്തിയ കാര്യം നീ മറന്നുപോയോ? അന്ന് നീ എന്താ ചെയ്തത്? യുദ്ധരംഗത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. അഗ്നിദേവനെയും ശ്രീപരമേശ്വരനെയും പാർത്ഥൻ ഒറ്റയ്ക്കാണ് നേരിട്ടത്. മാത്രമോ, ദേവന്മാർക്ക് പോലും അജയ്യരായ നിവാതകവചന്മാരോടും കാലകേയന്മാരോടും പൗലോമരോടും അർജുനൻ ഒറ്റയ്ക്കാണ് പൊരുതിയത്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിൻ്റെ പേരിലുണ്ടോ? പാർത്ഥനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു കളയാം എന്ന് ധരിക്കുന്ന നിൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് നിന്ന് അർജുനനെ തടയാം. അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതി തോൽപ്പിക്കാം എന്നൊന്നും വിചാരിക്കരുത്. അത് മൗഢ്യമാണ്. അശ്വത്ഥാമാവ് അപ്പോൾ കർണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർണ, നോക്കൂ, നമ്മളിപ്പോഴും മാത്സ്യരാജ്യത്ത് തന്നെയാണ് ഉള്ളത്. പശുക്കളെ നമ്മൾ പിടിച്ചെടുത്തു എന്നൊന്നും പറയാനായിട്ടില്ല. ഹസ്തിനപുരം ഒരുപാട് ദൂരെയാണ്. ദുര്യോധനൻ ക്രൂരനും നാണം കെട്ടവനുമാണ്. അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയുടെ സാമ്രാജ്യവും സമ്പത്തും മുഴുവൻ കള്ളച്ചൂത് കളിച്ച് പിടിച്ചെടുക്കുമോ? അത് ക്ഷത്രിയന് ചേർന്നതാണോ? കള്ളച്ചൂത് കളിച്ചതുപോലെയും ചതിച്ച് ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുത്തതുപോലെയും ദ്രൗപദിയെ അപമാനിച്ചതുപോലെയും യുദ്ധം ജയിക്കാമെന്നാണോ കരുതുന്നത്? ശകുനിയുടെ ഉപദേശം കൊണ്ടല്ലേ ചൂത് കളിച്ചത്? അതുപോലെ ഇത് നേടാമെന്നാണോ? പാർത്ഥനോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. വിരാട രാജാവ് വരട്ടെ, നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ ഭീഷ്മർ ഇടപെട്ടു. കൃപരും അശ്വത്ഥാമാവും പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി അനുകൂലിക്കുന്നു.
കർണൻ ക്ഷത്രിയധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്തേ മതിയാകൂ. മാന്യതയുള്ളവരാരും ദ്രോണരെ ഇങ്ങനെ അപമാനിക്കുകയില്ല. അർജുനൻ മുന്നിലെത്തിയാൽ എന്തു ചെയ്യണം? അത് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദുര്യോധനൻ ദ്രോണരോട് ക്ഷമ ചോദിച്ചു. ആചാര്യ, അങ്ങയുടെ മനസ്സിൽ പ്രയാസം തോന്നരുത്. എങ്കിൽ മാത്രമേ ഭാവി ശ്രേയസ്കരമാവുകയുള്ളൂ. ഇത് പറഞ്ഞ് ദുര്യോധനൻ കർണൻ, ഭീഷ്മർ, കൃപർ എന്നിവരെ കൂട്ടി ആചാര്യൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, ഭീഷ്മർ എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞാനെല്ലാം മറന്നു. ഇനി അതൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല. നമുക്ക് യുദ്ധം ആവശ്യമായി വന്നാൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം. ആദ്യം വ്യൂഹം ചമയ്ക്കണം. അതിനു മുമ്പ് പാണ്ഡവർ അവരുടെ ശിക്ഷാകാലാവധിയായ 13 വർഷം പൂർത്തിയാക്കിയോ എന്നറിയണം. അല്ല, ദുര്യോധനന് അതിലെന്തോ സംശയമുള്ളതുപോലെ തോന്നുന്നു. ഭീഷ്മരെ അങ്ങ് തന്നെ കാലഗണന നടത്തി ഇതിനൊരു തീരുമാനം എടുത്താലും. അർജുനൻ നേരിട്ടിവിടെ എത്തണമെങ്കിൽ കാലാവധി പൂർത്തിയാക്കിയെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടാകണമല്ലോ. അല്പം ആലോചിച്ചിട്ട് ഭീഷ്മർ പറഞ്ഞു, ഞാൻ കണക്ക് കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 13 വർഷവും 5 മാസവും 12 ദിവസവും പാണ്ഡവർ അവരുടെ ശിക്ഷാകാലാവധി അനുഭവിച്ച് തീർത്തിരിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ ഏറ്റെടുത്ത കാലത്തേക്കാൾ കൂടുതൽ ശിക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞു. അത് അവർക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അർജുനൻ ശ്രമിക്കുമോ? ധർമ്മചാരിയായ യുധിഷ്ഠിരൻ അതിനൊരിക്കലും അനുവദിക്കില്ല. കയ്യൂക്കുകൊണ്ട് രാജ്യം വെട്ടിപ്പിടിക്കാനൊന്നും അവർ ശ്രമിക്കുകയില്ല. ധാരാളം അവസരങ്ങൾ അതിനുണ്ടായിരുന്നിട്ടും അവർ ശ്രമിച്ചില്ലല്ലോ. അധർമ്മത്തിൻ്റെ വഴിയിലൂടെ ഒന്നും ചെയ്യാൻ യുധിഷ്ഠിരൻ സമ്മതിക്കില്ല. മരണഭയമുണ്ടായാൽ പോലും സത്യത്തിൻ്റെ പാത കൈവിടുന്നവനല്ല ധർമ്മജൻ. ദുര്യോധന രാജാവേ, ഇതാ പാർത്ഥൻ നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നുകിൽ പോരിനൊരുങ്ങുക, അല്ലെങ്കിൽ ധാർമ്മികമായ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാക്കുക. അപ്പോൾ ദുര്യോധനൻ ശാഠ്യം പിടിക്കുന്നത് പോലെ പറഞ്ഞു, പിതാമഹ, എന്തു വന്നാലും പാണ്ഡവർക്ക് ഞാൻ രാജ്യം തിരികെ കൊടുക്കുകയില്ല. യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, എനിക്ക് ഒരഭിപ്രായമുണ്ട്. നമ്മുടെ സൈനികരിൽ ഒരു വിഭാഗത്തിനെയും കൂട്ടി ദുര്യോധനൻ ഹസ്തിനപുരത്തിലേക്ക് പോകട്ടെ. മറ്റൊരു വിഭാഗം പശുക്കളെ ഇവിടെ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തട്ടെ. ബാക്കി സൈനികരോടൊപ്പം ഞാനും കൃപരും അശ്വത്ഥാമാവും ചേർന്ന് അർജുനനെ തടയാം. വിരാടനോ ദേവേന്ദ്രനോ ആര് വേണേലും വന്നുകൊള്ളട്ടെ, നമുക്ക് കാണാം. ഭീഷ്മരുടെ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. 1/4 ഭാഗം സൈന്യവുമായി ദുര്യോധൻ പശുക്കളെയും കൂട്ടി ഹസ്തിനപുരത്തിലേക്ക് പോയി. ഭീഷ്മർ ബാക്കിയുള്ള സൈനികർക്കിടയിലെത്തി വ്യൂഹം ചമയ്ക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹം ദ്രോണരോട് പറഞ്ഞു, ദ്രോണരെ, നിങ്ങൾ വ്യൂഹത്തിൻ്റെ മധ്യഭാഗം കാത്തുകൊള്ളുക. കൃപർ വ്യൂഹത്തിൻ്റെ ഇടതുഭാഗവും കർണൻ മുൻഭാഗവും നോക്കട്ടെ. ഞാൻ സൈന്യത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് സംരക്ഷണം നൽകാം. അപ്പോൾ കുറച്ചകലെയായി രഥചക്രങ്ങളുടെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുവാൻ തുടങ്ങി. അർജുനൻ നിരന്തരം ഞാണലും മുഴുക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ദ്രോണർ ഉറക്കെ പറഞ്ഞു, വീരന്മാരെ, പാർത്ഥൻ്റെ രഥചക്രം ഉരുളുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അവൻ്റെ കയ്യിലുള്ളത് ഗാന്ധീവം എന്ന വില്ലാണ്. ഇതാ 2 ശരങ്ങൾ എൻ്റെ സമീപത്ത് എത്തിയിരിക്കുന്നു. ഒന്നെൻ്റെ ചെവിയുടെ അടുത്തുകൂടിയാണ് പോയത്, മറ്റൊന്നെൻ്റെ പാദങ്ങളിൽ പതിച്ചിരിക്കുന്നു. ഇത് പാർത്ഥൻ എൻ്റെ കാൽക്കൽ വണങ്ങി യുദ്ധസമ്മതം വാങ്ങുകയാണ്. അർജുനൻ കൗരവ സൈന്യത്തിൻ്റെ അടുത്തെത്തി. 4 പാടും ശ്രദ്ധിച്ചു നോക്കി. ദുര്യോധനനെ അവിടെയെങ്ങും കാണുന്നില്ല. പാർത്ഥൻ പറഞ്ഞു, ഉത്തര, ദുര്യോധനൻ ഇവിടെയെങ്ങുമില്ല. അവൻ പശുക്കളെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോയിരിക്കുന്നു. നമ്മോടൊപ്പമുള്ള സൈന്യം ഇവിടെ നിൽക്കട്ടെ. നീ ദുര്യോധനൻ പോയിടത്തേക്ക് തേർതെളിക്കൂ. ആജ്ഞ കിട്ടിയപ്പോൾ തന്നെ ഉത്തരൻ തെക്കു ദിക്കിലേക്ക് രഥം നടത്തി. വളരെ പെട്ടെന്ന് തന്നെ അവർ ദുര്യോധനെയും സൈന്യത്തെയും കണ്ടെത്തി. അർജുനൻ ശംഖുമുഴക്കിയും ഞാണൊലിയിട്ടും കൗരവ സൈന്യത്തിനടുത്തേക്ക് എത്തി. ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് പശുക്കൾ വിരളി പിടിച്ച് തെക്കു ദിക്കിലേക്ക് പാഞ്ഞു. ദുര്യോധനൻ്റെ ഒപ്പമുണ്ടായിരുന്ന സൈനികർ ചേർത്തു നിൽക്കാൻ നോക്കിയെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. അർജുനൻ വേഗം പശുക്കളെയെല്ലാം മോചിപ്പിച്ചു. എന്നിട്ട് ഉത്തരനോട് പറഞ്ഞു, സാരഥി, ദുര്യോധനൻ ഉള്ളിടത്തേക്ക് രഥം കൊണ്ടുപോകൂ. അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. ഉത്തരൻ തേർതിരിച്ചു. അപ്പോഴേക്കും കൗരവ സൈന്യം അവിടെ എത്തി. ആ കൂട്ടത്തിൽ കർണനെ കണ്ട് അർജുനൻ പറഞ്ഞു, ഉത്തര, കൗരവരുടെ പിൻബലത്തിലായിരിക്കും. കർണന് അഹന്ത കുറച്ച് കൂടിയിട്ടുണ്ട്. നീ അങ്ങോട്ട് തേർതെളിക്കുക. ആദ്യം കർണനെ തന്നെ കാണാം. കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഉത്തരൻ രഥം കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ചിത്രസേനൻ, സംഗ്രാമജിത്ത്, ജയൻ, ശത്രുസേനൻ തുടങ്ങിയ മഹാരഥന്മാർ അർജുനനോട് എതിരിടാനായിട്ട് എത്തി. നിമിഷ നേരം കൊണ്ട് അർജുനൻ അവരുടെയെല്ലാം രഥങ്ങൾ തകർത്തു.
ദുര്യോധനൻ്റെ സഹോദരനും വിലാളി വീരനുമായ വികർണൻ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നേരിട്ട് എത്തി. ഒറ്റ അമ്പ് കൊണ്ട് അർജുനൻ അയാളുടെ രഥത്തിൻ്റെ കൊടിമരം തകർത്തു. വികർണൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വന്ന ഗജന്തവൻ എന്ന രാജാവ് അർജുനൻ്റെ ശരമേറ്റ് അവിടെ തന്നെ വീണ് മരിച്ചു. കർണൻ്റെ അനുജനായ സംഗ്രാമജിത്ത് അടക്കമുള്ള കുറേ പേർ പാർത്ഥൻ്റെ വില്ലിന് ഇരയായി. അനുജൻ മരിച്ചതിൻ്റെ ദേഷ്യത്തിൽ എത്തിയ കർണൻ അർജുനനോട് ഏറ്റുമുട്ടി. അർജുനൻ്റെ സാരഥിയെയും കുതിരകളെയും കർണൻ മുറിവേൽപ്പിച്ചു. അർജുനൻ ശക്തമായി തിരിച്ചടിച്ചു. യുദ്ധം ഭീകരമായി. കൗരവ സൈന്യം സ്തംഭിച്ചു നിന്നു. ഭീഷ്മദ്രോണാദികൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായിപ്പോയി. കർണൻ അർജുനനെ മുറിവേൽപ്പിച്ചു. അർജുനൻ കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. മുറിവേറ്റ കർണൻ യുദ്ധരംഗത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ദുര്യോധനൻ സൈന്യവുമായി എത്തിയ അർജുനനോട് യുദ്ധം ചെയ്തു. അർജുനൻ്റെ ദിവ്യങ്ങളായ അസ്ത്രങ്ങളേറ്റ് ചത്തും മുറിവേറ്റും കൗരവ സൈനികർ യുദ്ധക്കളം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ശത്രു സൈന്യത്തിലുള്ളവർ പോലും അർജുനൻ്റെ ആക്രമണ വൈഭവം കണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി. ഇത് കണ്ട് ദുര്യോധനനും യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്തു. അപ്പോൾ ഉത്തരൻ ചോദിച്ചു, ഞാനിനി എങ്ങോട്ട് രഥം തെളിക്കണം? അർജുനൻ പറഞ്ഞു, ദ്രോണാചാര്യർ, കൃപാചാര്യർ എന്നിവരെ പ്രദക്ഷിണം വയ്ക്കണം. ഭീഷ്മർ, അശ്വത്ഥാമാവ്, കർണൻ, ദുര്യോധനൻ എന്നിവരുടെ അടുത്തേക്ക് തേർ നടത്തുക. അതനുസരിച്ച് ഉത്തരൻ കൃപാചാര്യരെ വലം വെച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രഥം നിർത്തി. അർജുനൻ തൻ്റെ ദേവദത്തം എന്ന ശംഖ് മുഴക്കി. ആ ശംഖധ്വനി ദിക്കുകളിൽ തട്ടി മാറ്റൊലിക്കൊണ്ടു. അനന്തരം അർജുനൻ പ്രയോഗിച്ച ദിവ്യാസ്ത്രമേറ്റ് കൃപരുടെ പടച്ചട്ട തകർന്നു. കൃപാചാര്യർ എടുത്ത വില്ലുകളെല്ലാം അർജുനൻ ശരങ്ങൾ കൊണ്ട് മുറിച്ചു വീഴ്ത്തി. ക്രുദ്ധനായ കൃപാചാര്യർ അർജുനൻ്റെ നേർക്ക് ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു. പക്ഷേ അർജുനൻ്റെ ശരമേറ്റ് ശക്തി നിഷ്പ്രഭമായിപ്പോയി. തുടർന്ന് ആചാര്യൻ്റെ രഥവും കുതിരകളും സൈന്യവുമെല്ലാം പാർത്ഥൻ്റെ അസ്ത്രങ്ങൾക്ക് ലക്ഷ്യമായി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട കൃപർ ഒരു ഗദയെടുത്ത് അർജുനൻ്റെ നേർക്ക് എറിഞ്ഞു. അർജുനൻ ശരങ്ങൾ കൊണ്ട് ആ ഗദയെ തിരിച്ചയച്ചു. കൃപരുടെ സൈന്യം അർജുനനെ വളഞ്ഞു. അപ്പോൾ ഉത്തരൻ രഥം ഗതി തിരിച്ച് വിട്ടു. ഈ തക്കത്തിൽ കൗരവരുടെ സൈന്യം കൃപരുമായി രക്ഷപ്പെട്ടു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത തവണ കേൾക്കാം.